അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലത്തെ NCERT ട്രിഗ്നോമെട്രിക്കിൻ്റെ 8ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് 3 cot equal to 4 ചെക്ക് 1 മൈനസ് 10 സ്ക്വയർ എ ബൈ 1 പ്ലസ് 10 സ്ക്വയർ എ എന്താണ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഓർ നോട്ട്. അതായത് ഇത് ഈക്വൽ ടു ഇതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. തന്നിരിക്കുന്നത് എന്താണ്? ഇതാണ്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെടുക്കാൻ മനസ്സിലാവും? കോട്ട എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അതാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം കൊണ്ട് എടുത്തെഴുതുക, ആ ട്രയാങ്കിൾ വരയ്ക്കുക, കോട്ട എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് നമുക്കറിയാം കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കിടക്കുന്ന 3 മൾട്ടിപ്ലിക്കേഷൻ ഉപദ്രവം എടുക്കണേ, അത് ഈക്വൽ ടു ഇപ്പുറത്തുമ്പോൾ ഡിവൈഡായി, അപ്പോൾ കോട്ട ഈക്വൽ ടു 4/3. അത് മനസ്സിലായല്ലോ. കോട്ട് എന്ന് വെച്ചാൽ എന്താണ്? 1/10 ആണ്. അതായത് എന്താ? അഡ്ജസ്റ്റൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കിട്ടിയിട്ടുള്ളത് ഈ 2 ഭാഗമാണ്. ഇത് നമുക്ക് കിട്ടണം. ഹൈപ്പോട്ടന്യൂസ് കിട്ടണമെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്കറിയാം എന്താണ്? AC² ഈക്വൽ ടു എന്നിട്ട് 2 സൈഡുകളും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. AB² പ്ലസ് BC² ആഡ് ചെയ്യുമ്പോൾ കിട്ടും 16² എന്നിട്ട് 4² പ്ലസ് 9² ഈക്വൽ ടു 16 പ്ലസ് 9 ഈക്വൽ ടു 25K². AC ഈക്വൽ ടു √25K ഈക്വൽ ടു 5K ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസും കിട്ടി, 3 സൈഡും കിട്ടിയിരുന്നു. ഇനി നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ഈ 1 മൈനസ് 10 സ്ക്വയർ എ ബൈ 1 പ്ലസ് 10 സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന് തുല്യമാണോ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓരോന്നും കണ്ടുപിടിക്കാം. സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്. ബാക്കിയെല്ലാം നമുക്ക് 3 സൈഡും കിട്ടിയല്ലോ. അപ്പോൾ സൈൻ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 3/5, കോസ് അറിയാം അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 4/5, ടാൻ അറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് ഈക്വൽ ടു 3/4. ഇനി നമ്മൾ ആദ്യം LHS വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. 1 മൈനസ് 10 സ്ക്വയർ എ ബൈ 1 പ്ലസ് 10 സ്ക്വയർ എ, അതായത് 1 മൈനസ് ടാൻ എന്ന് പറയുന്നത് 3/4 ആയിരുന്നു. 3/4 ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് 3/4 ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ. ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? 9/16. അപ്പോൾ നമുക്കറിയാം 1 മൈനസ് 9/16 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9/16. അപ്പോൾ നമുക്കറിയാം നേരത്തെ പോലെ തന്നെ LCM എടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും LCM കോമൺ ആയിട്ട് വരും എന്താണ്? 16 എടുക്കും. ഇതിൻ്റെ അടിയിൽ 1ൻ്റെ അടിയിൽ 1 ഉണ്ടല്ലോ. ആ 1ൽ 16 എത്ര വട്ടം പോകും? 16 ടൈംസ്. 16 × 1 ഈക്വൽ ടു എന്താണ്? 16. മനസ്സിലായല്ലോ. മൈനസ് ഈ 16ൽ ഈ 16 എത്ര വട്ടം പോകും? ഒരു വട്ടം. ആ 1 × 9 9. അങ്ങനെയാണ് മുകളിൽ 16/9/16 വന്നത്. അടിയിൽ നേരെ ഓപ്പോസിറ്റ് എന്താ? 16 പ്ലസ് 9/16. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 7/16, ഇതിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ 25/16. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രാക്ഷണൽ നമ്പർ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 25/16 മാത്രം മാറ്റാം, മറ്റേ അങ്ങനെ തന്നെ നിർത്തുക. 7/16 ഇൻറ്റു ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, ഇതായിരുന്നു ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 16 ഡിവൈഡ് ഇത് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 7/25. അത് LHS. ഇനി RHS എന്തായിരുന്നു? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. കോസ് എന്താണെന്ന് നമുക്കറിയാം 4/5 ഹോൾ സ്ക്വയർ മൈനസ് സൈൻ എന്താണെന്ന് അറിയാലോ 3/5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 16/25 9. അടിയിൽ കോമൺ LCM 2 സ്ഥലത്ത് ഒരുപോലെ വരുമ്പോൾ മുകളിലത്തെ അങ്ങനെ തന്നെ ഒരുമിച്ച് ചെയ്താൽ അടിയിലത്തെ ഒരു വട്ടം എടുത്ത് എഴുതാം. 16 - 9 എന്ന് വെച്ചാൽ 7/25. അപ്പോൾ നമ്മുടെ LHSഉം RHSഉം ഈക്വൽ ആയല്ലോ. അതാണ് ഇത്. അതായത് രണ്ടും ഈക്വൽ ആണോ അല്ലയോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു LHS ഈക്വൽ ടു എന്താണ്? RHS ആണ്. മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത്. ഇനി ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ B ഇഫ് tan A ഈക്വൽ ടു 1/√3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin A cos C പ്ലസ് cos A sin C cos A cos C മൈനസ് sin A sin C. 2 ക്വസ്റ്റ്യനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇപ്പോഴും ചെയ്യുന്ന പോലെ ഫിഗർ വരയ്ക്കാം. ടാനെയാണ് തന്നിരിക്കുന്നത്. ടാൻ തന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് അല്ലേ. ടാൻ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 സൈഡ് കിട്ടിയിട്ടുള്ള 3ാമത്തെ സൈഡ് കിട്ടണം. അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടാത്തത്? നമുക്കറിയാമല്ല, ഇപ്പോഴും ഉണ്ടാവണ പോലെ നമുക്ക് കിട്ടാണ്ടിരിക്കുന്നത് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. 2 കൂടി ആഡ് ചെയ്യണം. √3K² പ്ലസ് 1K². അപ്പോൾ എന്താ? √3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോറി ചെയ്യുമ്പോൾ റൂട്ട് പോയി 3 പ്ലസ് 1 4K². അപ്പോൾ ACയുടെ സ്ക്വയറിലാണ് ഇത് കണ്ടത്. AC ആണ്, സ്ക്വയർ റൂട്ട് ആണ് 2 കിട്ടി. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടി. 3 സൈഡും കിട്ടി. നമുക്ക് സൈനും കോസും സൈൻ സി കോസിയും കാണാമല്ലോ. സൈൻ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2K 1/2. കോസ് എന്ന് വെച്ചാൽ എന്താ? അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് √3/2K ഈക്വൽ ടു √3/2. സൈൻ സി എന്ന് വെച്ചാൽ എന്താ? വീണ്ടും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് √3/2. കോസ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2. ഞാൻ ഇക്വേഷൻ കാണേണ്ടത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. സൈനെ കോസി, അതായത് ഇത്രയും നമുക്ക് കിട്ടിയത് സൈനെന്ന് വന്നത് 1/2.
1/2 ഇൻറ്റു കോസ് സി എന്ന് പറഞ്ഞാൽ 1/2 1/2 ഇൻറ്റു 1/2 പിന്നെ എന്താ പ്ലസ് ഇട്ടു കോസ് എ സൈൻ സി കോസ് എന്ന് വെച്ചാൽ എന്താ √3/2 √3/2 ഇൻറ്റു സൈൻ സി എന്ന് വെച്ചാൽ എന്താ √3/2 നമുക്ക് ഗുണിക്കാനുള്ളത് ഗുണിക്കാം മുകളിലുള്ളവരെ 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 2 4 കിട്ടിയല്ലോ 1/2 ഇൻറ്റു 1/2 എന്നത് 1/4 പ്ലസ് √3 ഇൻറ്റു √3 രണ്ട് √3 ഒരുമിച്ച് വരുമ്പോൾ റൂട്ട് ഇല്ലാണ്ടാവും രണ്ട് റൂട്ടും കൂടി ക്യാൻസലായിപ്പോയി അപ്പോൾ 3 2 ഇൻറ്റു 2 4 അപ്പോൾ എന്താ 1/4 പ്ലസ് 3/4 അപ്പോൾ എന്താ രണ്ടിൻ്റെ LCM ഒരുപോലെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് ഒരെണ്ണം എഴുതാം മുകളിലുള്ളവരെ ആഡ് ചെയ്യാം 4/4 = 1 അതായത് 1/4ഉം 3/4ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 1 കിട്ടി അപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത് കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി നേരത്തെ പോലെ തന്നെ കോസ് എന്ന് വെച്ചാൽ √3/2 കോസ് എന്ന് വെച്ചാൽ 1/2 മൈനസ് സൈൻ എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു സൈൻ സി എന്ന് വെച്ചാൽ √3/2 ആ മുകളിലുള്ളവരെ മൾട്ടിപ്പിൾ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് √3 ഇൻറ്റു 1 √3 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു √3 2 ഇൻറ്റു 2 4 √3/4 മൈനസ് √3/4 = എന്താ 0. അപ്പം അതാണ് ഈ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ട്രയാങ്കിൾ പി ക്യു ആർ റൈറ്റ് ആംഗിൾ അറ്റ് ക്യൂ പി ആർ പ്ലസ് ക്യു ആർ = 25 പി ക്യു = 5 ഡിറ്റർമിൻ കോസ് പി ആൻഡ് ടാൻ പി. ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്നത് പി ആർ പ്ലസ് ക്യു ആർ ആണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു സൈഡ് നമുക്ക് തന്നുണ്ട് പി ക്യു നമുക്ക് അടയാളപ്പെടുത്താലോ 5 തന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ പി ക്യു തന്നുണ്ട് പി ആറും ക്യു ആറും ആഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് 25. അപ്പോൾ നമുക്ക് ഒരെണ്ണം നമുക്ക് അറിയില്ല, അത് നമ്മൾ എപ്പോഴും നമ്മൾ അറിയാത്തത് ഒരു സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്തു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 25 കുറച്ചിട്ടുള്ളത്, ഇത് നമുക്ക് അറിയില്ല, അത് എത്രയാണോ അത് 25 കുറച്ചിട്ടായിരിക്കും ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ 25 മൈനസ് എക്സ്. മനസ്സിലായില്ലേ ചേട്ടാ. പി ആർ പ്ലസ് ക്യു ആർ 25 തന്നുണ്ട്. ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. പി ആർ പ്ലസ് എക്സ് = 25. പി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 25 മൈനസ് എക്സ്. ഈ എക്സ് പ്ലസ് എന്നുള്ളത് ഇങ്ങോട്ട് പോയി മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് ഉപയോഗിച്ചിട്ട് അറിയാം 3 ഭാഗത്തെയും ഇതിൻ്റെ മാത്രമേ കറക്റ്റ് നമ്പർ കിട്ടിയുള്ളൂ, ഇതിൻ്റെയും നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് വേണം, നല്ല കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 സ്ക്വയറും കൂടി ആഡ് ചെയ്യുന്നതാണ്. പി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തോ കൊടുക്കാം 25 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ = ക്യു ആർ എന്ന് പറഞ്ഞാൽ x² പ്ലസ് 5². അപ്പോൾ നമുക്ക് അതിനെ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ a² മൈനസ് 2ab പ്ലസ് b². 25 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത് പോലെ ആയല്ലോ. അപ്പോൾ എന്താ 25² മൈനസ് 2 × 25 × എക്സ് പ്ലസ് x². 625 മൈനസ് 25 2 50x പ്ലസ് x². ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് 25 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി എന്താ 625 മൈനസ് 50x പ്ലസ് x² = നമ്മളവിടെ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ab² പ്ലസ് bc², അതായത് എന്താ x² പ്ലസ് 25 അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു x² ഉണ്ട്, ഒരു നമ്പറുണ്ട്, ഇവിടെ ഉണ്ട് ഒരു x², ഇവിടെ ഒരു നമ്പറുണ്ട്. പക്ഷേ എക്സ് ഉള്ള സെക്ഷൻ ഇല്ല. അപ്പോൾ എക്സ് ഉള്ള സെക്ഷൻ ഇവിടെ നിർത്തുക, മൈനസ് 50x ഇവിടെ നിർത്തി ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ ആദ്യം ഈക്വൽ അപ്പുറത്തുള്ളവരെ എഴുതാം. ഇപ്പുറത്തുള്ളവരെ നമ്മൾ സൈൻ മാറ്റിയിട്ടാണ് പ്രതി കൊണ്ട്, ഇവിടെയുള്ളവർക്ക് ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇങ്ങോട്ട് എഴുതിയില്ലേ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആദ്യം എക്സ് വന്നു, അപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു എന്തായി മൈനസായി. പിന്നെ 625 വരാം, ഇവിടെ പ്ലസ് ആയിരുന്നത് മൈനസായി. അപ്പോൾ x² മൈനസ് x² ക്യാൻസലായിപ്പോയി. 25 ന്ന് 625 മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 600. അപ്പോൾ മൈനസ് 50x = മൈനസ് 600, x = എന്താ 600/50. നെഗറ്റീവ് സൈൻ ക്യാൻസലായി, അപ്പോൾ 12 വട്ടം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12 കിട്ടി. എക്സ് 12 കിട്ടിയാൽ നമുക്കറിയാം മറ്റേ ഭാഗം പി ആർ എന്ന് പറയുന്നത് 25 എക്സ് മൈനസ് ചെയ്യുന്നത് 13. അപ്പോൾ നമുക്ക് പിന്നെ കാണാം എല്ലാ സൈഡും കിട്ടി. ഇപ്പോൾ നമുക്ക് മറ്റേത് ഓൾറെഡി 5 കിട്ടിയിട്ടുണ്ടായിരുന്നു. സൈൻ പി കാണാം, കോസ് പി കാണാം, ടാൻ പി കാണാം. സൈൻ എന്ന് പറഞ്ഞാൽ 12/13, കോസ് എന്ന് വെച്ചാൽ 5/13, ടാൻ എന്ന് വെച്ചാൽ 12/5. മനസ്സിലായില്ലേ. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് ടാൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ട്രൂ ആണോ ഫോൾസ് ആണോ? ടാൻ എയുടെ വാല്യൂ എല്ലായ്പ്പോഴും ഒന്നിനെക്കാട്ടും ചെറുതായിരിക്കുന്നു. ഫോൾസ്. കാരണം എന്താ, ടാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, അതിലൊരിക്കലും ഹൈപ്പോട്ടന്യൂസ് വരില്ല. ആരൊക്കെ വരുള്ളൂ, അഡ്ജസൻറ്റും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം ചിലപ്പോൾ വലുതാവാം, ഒരെണ്ണം ചെറുതാവാം, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ അൺഈക്വൽ ആവാം, ചിലപ്പോൾ ഒരുപോലെ ആവാം. അതുകൊണ്ട് അത് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, CK = 12/5 ആണ്. എന്നിട്ട് പറയണ ഫോർ ആംഗിൾ ആക്കി ഇത് ശരിയാവുന്നു. സീക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, കോസിൻ്റെ എന്താ റെസിപ്രോക്കലാണ്.
കോസിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ ഹൈപ്പോട്ടന്യൂസ് ബൈ വേണമെങ്കിൽ നമുക്ക് എന്താ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ അത് ട്രൂ ആയിരിക്കാം അല്ലേ. എല്ലായ്പ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും എന്ത് വരിക മുകളിൽ വരിക, അതായത് വലിയ വാല്യൂ, ചെറുതായിരിക്കും അടിയിൽ വരിക. അത് കറക്റ്റാണ്. മനസ്സിലായല്ലോ. നമുക്ക് സീക്കെന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്, അതെല്ലായ്പ്പോഴും 1നേക്കാട്ടും വലുതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് എ എന്ന് പറയുന്നത് കൊസീക്കൻ്റ് ഓഫ് ആംഗിൾ എയുടെ ആണോ എന്ന്. കോസ് എ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് പേര് കൊസീക്കൻ്റ് ഓഫ് ആംഗിൾ എ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് ഫോൾസ് ആണ്. കാരണം കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്താണ് കൊസൈൻ. കോസിൻ്റെ കറക്റ്റ് പേര് എന്താണ് കൊസൈൻ എ എന്നാണ്. ഓക്കെ. ഇനി അടുത്തത് കോട്ട് എ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് കോട്ട് ആൻഡ് എ. കോട്ടും എയും കൂടി പ്രൊഡക്റ്റ് ചെയ്തിട്ടാണോ കോട്ട് എ എന്ന്. ഫോൾസ് ആണ്. കാരണം കോട്ട് എ എന്ന് പറയുന്നത് ഒറ്റ ഒരു സിംഗിൾ വേർഡാണ്. അതിൻ്റെ മീനിങ്ങും സിംഗിളാണ്. അല്ലാണ്ട് കോട്ട് ഒരെണ്ണം എ ഒരെണ്ണം അങ്ങനെയല്ല. കോട്ട് എന്ന് പറയുന്നത് സിംഗിളാണ്. അതുകൊണ്ട് ഫോൾസ്. ഇനി സൈൻ തീറ്റ = 4/3. ഇത് ശരിയാണോ എന്ന്. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എല്ലായ്പ്പോഴും വലുതായിരിക്കും. ഇവിടെ എന്താണ് ചെറുതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ അത് ഫോൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വലുതായിരിക്കും. അതൊരിക്കലും അപ്പോൾ എന്നിട്ട് സൈൻ തീറ്റ cannot be greater than 1. മനസ്സിലായല്ലോ. അതുകൊണ്ട് അത് ഫോൾസ് ആണ്. അപ്പോൾ 8.1-ലത്തെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നോട് സെപ്പറേറ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇനിയും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് 8.2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.